والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. عن عبد الله بن عمر رضي الله عنهما قال قال رسول الله صلى الله عليه وسلم أحب الناس إلى الله أنفعهم للناس وأحب الأعمال إلى الله عز وجل سرور تدخله على مسلم تكشف عنه كربا أو تقضي عنه دينا أو تطرد عنه جوعا ولأن أمشي مع أخ في حاجة أحب إلي من أن أعتكف في هذا المسجد يعني مسجد المدينة شهرا ومن كظم غيظه ولو شاء أن يمضيه الله ملأ الله قلبه يوم القيامة رضا ومن مشى مع أخيه في حاجة حتى يقضيها له ثبت الله قدميه يوم تزول الأقدام. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ നിവേദനം ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവരാണ്. പ്രവൃത്തികളിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു മുസ്ലിമിന്റെ മനസ്സിലേക്ക് പ്രവേശിപ്പിക്കുന്ന സന്തോഷമാണ്. അല്ലെങ്കിൽ അവനിൽ നിന്ന് ഒരു പ്രയാസം നീക്കുകയോ അവന്റെ കടം വീട്ടിക്കൊടുക്കുകയോ അവന്റെ വിശപ്പ് ശമിപ്പിക്കുകയോ ചെയ്യലാണ്. ഒരു സഹോദരനോടൊപ്പം ഒരു ആവശ്യം വീട്ടുന്നതുവരെ ഞാൻ അതിനുവേണ്ടി നടക്കലാണ് എനിക്ക് ഈ പള്ളിയിൽ, അതായത് മസ്ജിദ് നബവിയിൽ ഒരു മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ ഏറെ ഇഷ്ടകരം. ഒരാൾ തന്റെ മുസ്ലിമായ സഹോദരനോടൊപ്പം അദ്ദേഹത്തിന്റെ ഒരാവശ്യം നിർവഹിച്ചു കൊടുക്കുന്നതുവരെ നടന്നു പോവുകയാണ് എങ്കിൽ അയാളുടെ കാൽപാദങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാലുകൾ പതറുന്ന നാളിൽ, അതായത് അന്ത്യനാളിൽ ഉറപ്പിച്ചു നിർത്തുന്നതാണ്. ഒരു സഹോദരൻ തന്റെ സഹോദരന്റെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് സഹായഹസ്തം നീട്ടുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യൽ ഏറെ ശ്ലാഘനീയമായ കാര്യമാണ്. അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസിക്ക് നൽകുന്ന ഗുണങ്ങളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കും. അതുപോലെ അന്ത്യനാളിൽ എല്ലാ നിലയിലും പതറി നിൽക്കുന്ന സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കാലുകളെ ഉറപ്പിച്ചു നിർത്തും തുടങ്ങി ഒരുപാട് പ്രതിഫലങ്ങൾ തന്റെ സഹോദരനെ, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനെ സഹായിക്കുമ്പോഴൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സവിശേഷ ഗുണമായിരുന്നു അഗതികളെയും അശരണരെയും സഹായിക്കുക എന്നത്. വഹി ലഭിച്ച ആദ്യ നാളിൽ ഭയന്നും പനിപിടിച്ചും ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖദീജ ബീവി ആശ്വസിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: കല്ല അബ്ശിർ ഫവല്ലാഹി ലാ യുഖ്ദീക അല്ലാഹു അബദ ഇന്നക ലതസ്ലു റഹിമ വതസ്ദഖുൽ ഹദീസ് വതഹ്മിലുൽ കല്ല വതഖ്ദിൽ ദൈഫ് വതുഈനു അലാ നവാഇബിൽ ഹഖ്. ഒരിക്കലും നിങ്ങൾ ഭയപ്പെടേണ്ട, താങ്കൾ സന്തോഷിക്കുക. അല്ലാഹുവാണ്, അല്ലാഹു താങ്കളെ ഒരിക്കലും അപമാനിക്കുകയില്ല. താങ്കൾ കുടുംബബന്ധം ചാർത്തുന്നു, വർത്തമാനത്തിൽ സത്യസന്ധത പുലർത്തുന്നു, ഭാരം പേറുന്നവന്റെ ഭാരം താങ്ങുന്നു, ധനം നിഷേധിക്കപ്പെട്ടവന് നേടിക്കൊടുക്കുന്നു, അതിഥിയെ സൽക്കരിക്കുന്നു, ആപത്തുകളിൽ സഹായം നൽകുകയും ചെയ്യുന്നു. മറ്റൊരു പ്രവാചക വചനത്തിലുണ്ട്: വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സഹോദരൻ തന്റെ സഹോദരനെ സഹായിക്കുന്ന അവസ്ഥയിലായിരിക്കുമ്പോഴൊക്കെ അവനെയും സഹായിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു: നിന്റെ സഹോദരനെ അവൻ അക്രമിയായാലും അക്രമിക്കപ്പെട്ടവനായാലും നീ സഹായിക്കുക. അപ്പോൾ ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു: തിരുദൂതരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അക്രമിക്കപ്പെട്ടവനാണെങ്കിൽ എനിക്ക് അവനെ സഹായിക്കാൻ കഴിയും, അവൻ അക്രമിയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് അവനെ സഹായിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: നീ അവനെ അക്രമത്തിൽ നിന്നും തടയണം, നിശ്ചയം അതാണ് അവനുള്ള സഹായം.
ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിലുണ്ട്, ഒരു സഹോദരൻ ആക്രമിക്കപ്പെട്ടവനാണെങ്കിൽ അവനെ സഹായിക്കണം, അവൻ അക്രമിയാണെങ്കിൽ അവനെ അക്രമത്തിൽ നിന്ന് തടയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ അടിമയായ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സഹായിക്കുമ്പോഴുള്ള ഗുണ നിലവാരങ്ങളാണ് ഈ വിശുദ്ധ വചനങ്ങളിലൂടെയൊക്കെ നാം കേട്ടത്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ സഹായിക്കാനും ആപത്തുകളിൽ പെടുന്നവരെ അതിൽ നിന്നും രക്ഷപ്പെടുത്താനുമുള്ള നല്ലൊരു മനോഭാവം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ